ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ചായക്കടകളിലൊക്കെ കിട്ടുന്ന പക്കോവടൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ പക്കോവട എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. പക്കോവട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് 250 ml ഒരു കപ്പ് കടലമാവ് ചേർത്തുന്നുണ്ട്. ഇതിൻ്റെ പകുതി തന്നെ മൈദ ചേർത്ത് കൊടുക്കാം, ഒരു 1/2 കപ്പ് മൈദ. പിന്നെ ഇതിൻ്റെ അതേ പകുതി തന്നെ ഞാൻ ഗോതമ്പ് മാവും കൂടി ചേർത്തുന്നുണ്ട്. മുഴുവൻ മൈദ വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം. ഞാൻ ഗോതമ്പ് മാവ് പകുതി ചേർത്തുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ മാവും ചേർത്തുന്നുണ്ട്. ഇത് ചേർത്തുമ്പോൾ കുറേ നേരം ക്രിസ്പിനെസ് ഉണ്ടാകും പക്കോവടയ്ക്ക്. പിന്നെ ഇതിലേക്ക് ഒരു 2 നുള്ളോളം, ഒരു 2 പിഞ്ച് അത്ര വേണ്ടു ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം പെരുംജീരകം ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഗ്യാസ് വയറിന് അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാനും ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർത്തുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ആദ്യം മാവ് നന്നായിട്ട് മിക്സ് ആക്കുക. ഈ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത് എല്ലാ ഭാഗത്തും ഒരുപോലെ ഉപ്പും എല്ലാം ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് മാവൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയതും പിന്നെ ഒരു 3-4 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ അളവ് നമ്മുടെ മുളകിൻ്റെ എരിവനുസരിച്ചും നമുക്ക് പേഴ്സണലായിട്ട് എത്ര യൂസ് ചെയ്യുക അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളിയിൽ നിന്നൊക്കെ കുറച്ച് വെള്ളം ഇറങ്ങണതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ ഉള്ളി മാവുമായിട്ട് നന്നായിട്ടൊന്ന് ഞരടിയെടുക്കാം. ഈ സമയം ഉള്ളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഇപ്പം ഗോതമ്പ് മാവ് മുഴുവനായിട്ട് ചേർത്താൽ മാവിന് ഒരു തിക്കായിട്ടുണ്ടാകും, ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കുറച്ച് ഞാൻ മൈദ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു കരണ്ടി ചൂടായ എണ്ണ ചേർത്ത് കൊടുക്കേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ അത്രേ വരുള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് ഒരു കരണ്ടിയോളം പുളിച്ച ഇഡ്ഡലി മാവ് ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പഴയ മാവ് ചേർത്തരുത്. നമ്മൾ തലേദിവസം ആട്ടിയ ബാക്കി ഉണ്ടായിരുന്ന മാവിൽ ഒരു കരണ്ടി മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാവ് നന്നായി പുളിച്ച് വരാനായിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ലൂസാക്കി എടുക്കരുത്, ചേർത്തിട്ട് ലൂസാക്കി എടുക്കാൻ പാടില്ല. കുറച്ച് ഇതുപോലെ തിക്കായിട്ട് തന്നെ വേണം നമ്മൾ പക്കോടയ്ക്ക് മാവ് കുഴയ്ക്കാനായിട്ട്. ഇനി 1-2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം ഞാനിവിടെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാവ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പക്കോട ചുട്ടെടുക്കാം. പക്കോട ചുടുമ്പോൾ നമുക്ക് ആദ്യം നല്ല എണ്ണ നന്നായിട്ട് ചൂടാക്കി വെക്കണം. ഒരു മീഡിയം ചൂടാക്കിയ ശേഷം മീഡിയം ഹീറ്റിൽ ഇട്ട് വെക്കുക. അതിന് ശേഷം കുറച്ചായിട്ട് കൈ കൊണ്ട് നുള്ളിയിട്ട് കൊടുക്കാവുന്നതാണ്. വലിയ സ്പൂൺ കൊണ്ട് കോരിയിടുന്ന സമയത്ത് വലിയ പക്കോടയായിട്ട് വരും. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഇടുമ്പോൾ ഇതുപോലെ ചെറിയ ബോൾസ് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇനി നമ്മൾ എണ്ണ വന്നിട്ട് ഒരു മീഡിയം ഹീറ്റിൽ തന്നെ വെക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും നമ്മൾ ഇട്ടതും ഇളക്കി കൊടുക്കരുത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിങ്ങനെ മേലെ വരും, തനിയെ അത് മേലെ വന്നിട്ട് വരും. അപ്പോൾ ആ സമയത്ത് നമ്മളൊന്ന് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് ഒന്ന് തിരിച്ചു മറിച്ചും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പാത്രം എടുക്കുമ്പോൾ കുഴിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് അത് വരിക. അപ്പോൾ നമ്മൾ നന്നായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് ആവണ ഇപ്പോൾ പക്കോട 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ വെളിയിൽ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നമ്മുടെ പക്കോട തയ്യാറാണ്. ഇതുപോലെ ബാക്കി എല്ലാ പക്കോടയും ഞാനിതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂട് പക്കോട ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ പക്കോട ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.